എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഹൈപ്പുണ്ടെങ്കിൽ ഹൈപ്പും കൂടി. നമ്മുടെ കേരളത്തില് തൂഫാൻ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ശരിക്കും ഓരോ നിമിഷവും നമ്മളിങ്ങനെ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ കേരളത്തിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തില്. ശരിക്കും ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഉണർവൊക്കെ ഉണ്ടായത് എന്ന് തോന്നുന്നു. ഇപ്പൊ ദേ പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ ഭായിമാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഭായിമാർ കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് വൈപ്പ്. ശരിക്കും ഈ ഒരു സംഭവമൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ എല്ലാവരും കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ മദ്യമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റു ചില ആളുകളൊക്കെ ഇതുപോലെയുള്ള മയക്കുമരുന്ന്, അതുപോലെ കഞ്ചാവ്, ഇതുപോലുള്ള സംഭവങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മുടെ പുതിയ സർക്കാരിനെങ്കിലും ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്നും തോന്നിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. നമ്മുടെ കേരള പോലീസിന്റെ അടിപൊളിയായിട്ടുള്ള ആ ഒരു സീനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള പോലീസ് ശരിക്കും നമ്മൾ സിനിമയിലാണ് ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഡോഗ് സ്ക്വാഡ്, അതുപോലെ ഡ്രോണിന്റെ ഒക്കെ സഹായത്തോടു കൂടിയൊക്കെ കുറ്റങ്ങളൊക്കെ തെളിയിക്കാനൊക്കെ ആയിട്ടും ക്രിമിനൽസിനെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന സംഭവം. എന്നാൽ ഇവിടെ മയക്കുമരുന്ന് വേട്ടയ്ക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഡ്രോണും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്, അതിലേക്കൊക്കെ വലിഞ്ഞു പിടിച്ച് കയറിയിട്ട് നമ്മുടെ പോലീസുകാരൊക്കെ ഓരോ വ്യക്തികളെയും പരിശോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പൊ ബൈക്കിൽ പോവുകയാണെങ്കിൽ ആ ഒരു ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ട് ആ ഒരു ബൈക്കിനുള്ളിൽ ഇരിക്കുന്ന ബാഗ് വരെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അതുപോലെ തന്നെ ഡ്രോണിന്റെ സഹായത്തോടു കൂടിയാണെങ്കിലും ഈ റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള പുല്ലുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടല്ലോ, ആ ഒരു പുല്ലിന്റെ ഇട പോലും പരിശോധിച്ച് നോക്കിയിട്ട് ആ പുല്ലിന്റെ ഇടയിൽ കിളിർത്ത് വരുന്ന കഞ്ചാവിന്റെ തൈകൾ വരെ വലിച്ചൂരി എടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് ഒരുമിച്ച് അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കഞ്ചാവ് വേട്ടയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസുകാർ ചെല്ലുകയാണ് ഒരു വീട്ടിലേക്ക്. ചെല്ലുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കഞ്ചാവിന്റെ വിൽപ്പനയൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അയാളുടെ കയ്യിൽ ഏതാണ്ട് 400 ഗ്രാമോളം കഞ്ചാവുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ചോറിനകത്ത് കുഴിച്ചിടുകയാണ്. കുക്കറിനകത്ത് ചോറ് വെച്ചിട്ട് ഏറ്റവും അടിയിൽ കഞ്ചാവിന്റെ പൊതി വെക്കുന്നു, ചോറ് വെക്കുന്നു, എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചങ്ങ് നികത്തുകയാണ്. എന്നിട്ട് ഇതെടുത്തിട്ട് എന്ത് ചെയ്തു, ഗ്യാസ് അടുപ്പിനകത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോലീസ് വന്ന് പരിശോധിച്ചിട്ട് അവർ പോകാറായ സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ കഷ്ടകാലത്തിന് 2 വിസിൽ കേൾക്കുകയാണ്. ആ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് സാധാരണ രീതിയിലല്ലാത്ത ഒരു മണം പുറത്തേക്ക് വരികയാണ്. സാധാരണ നമുക്കറിയാം ചോറ് തിളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന മണവും അല്ലാതെയുള്ള മണവും തമ്മിൽ തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ സംശയം തോന്നിയ പോലീസുകാർ വന്നിട്ട് ആ ഒരു കുക്കർ തുറന്ന് നോക്കുകയാണ്. കുക്കർ തുറന്ന് നോക്കുമ്പോഴാണ് രസകരമായ കാര്യം, അവർ തവി എടുത്ത് അങ്ങോട്ട് നീക്കി നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ചോറിന്റെ ഉള്ള ഭാഗത്ത് ഈ കവറോട് കൂടി ഈ കഞ്ചാവ് അതിനകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പോലീസുകാർ പുള്ളിക്കാരനെ കൈയോടെ തന്നെ പൊക്കിക്കൊണ്ട് പോയി. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. അപ്പൊ എന്തായാലും മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ, പാവങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ദയവും അനുകമ്പയും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള നമുക്കറിയാം വയ്യാത്ത സുഖമില്ലാത്ത കുട്ടികളെയൊക്കെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെയൊക്കെ താമസിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള അനാഥാലയങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഓരോ കുട്ടികളെടുത്തും സ്വന്തം മക്കളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ആ കുരുന്നുകളെ ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം ഇരുന്ന് അവരെ സന്തോഷിപ്പിക്കുകയും അവരെ ഹഗ് ചെയ്യുകയും ഉമ്മ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു കുടുംബത്തിലുള്ള ഒരു വല്യപ്പൻ എങ്ങനെയാണോ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് അതേ രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ജനങ്ങളോടുള്ള ഈ ഒരു സ്നേഹവും എളിമയും ഭരണകാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ നമുക്ക് പറയാനുള്ളൂ.
ചില പോരായ്മകളൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന്റെ ആധികാരികതയെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ വനിതകൾക്ക് ബസ് യാത്ര ഫ്രീ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് പറയുന്ന സമയത്തും ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും കൂട്ടിയും ഗുണിച്ചും കിഴിച്ചും മനസ്സിലാക്കി എടുക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അന്നേ അറിയാമായിരിക്കണം ഇന്ന് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താവും എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാനും ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അന്ന് വോട്ട് മേടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെച്ചുവെങ്കിലും അന്നേ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന്. കാരണം നമുക്കറിയാം എപ്പോഴും ഗണേഷ് കുമാർ വന്നിട്ട് KSRTC ബസ് എല്ലാം നഷ്ടത്തിലാണെന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അല്ലെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളുകളാണ്, ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അവർ ഡെയിലി ബസ്സിനെയാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബസ് ഫ്രീ ആയിട്ട് വനിതകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ചാടി വീഴുന്ന കൂട്ടത്തിലാണ് ഈ പെണ്ണുങ്ങൾ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കും. അപ്പൊ ഇദ്ദേഹവും കരുതിയിട്ടുണ്ടാവും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം കരുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ തന്റെ വാക്ചാതുരിയിൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിർത്താൻ സാധിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഫ്രീ ബസ്സിന് വേണ്ടിയിട്ട് ഓർഡിനറി ആണ് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണെങ്കിലും ഒരുപാട് നാളത്തേക്കൊന്നും ഇല്ല, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അത് തന്നെ നഷ്ടത്തിലാവും, 150 കോടി രൂപയോളം നഷ്ടത്തിലാവും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അതും വേണ്ടിയില്ലാത്ത വിലയായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളതൊരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ 10 മാസമോ ഒക്കെ വരെ ചെയ്തിട്ട് പിന്നീട് അത് നിർത്തിവെക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ആരും അടങ്ങിയിരിക്കില്ല. മാക്സിമം എത്രത്തോളം ആളുകളെ കൂട്ടാൻ പറ്റുമോ അത്രത്തോളം ആളുകൾ ചേർന്നിട്ട് പിന്നീട് ഇതിനെതിരെ വലിയ തരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ്. നമുക്കറിയാം നേരത്തെ തന്നെ യുവമോർച്ചക്കാരായിട്ടുള്ള വനിതകളൊക്കെ വന്നിട്ട് ഈ ബസ് സൗജന്യ യാത്രയെ ചൊല്ലിയിട്ടൊക്കെയുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സൗജന്യം കൊടുത്തിട്ട് പിന്നീട് അത് തിരിച്ചെടുക്കുന്ന സമയത്ത് അതിനപ്പുറം സമരങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴേ കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളൊരു വാക്ക് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇത്രയധികം കടക്കെണിയിലായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയോട് എനിക്കൊട്ടും താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കടം മേടിച്ച് കുത്തുപാള എടുത്ത ഒരു സർക്കാരിന് ജനങ്ങളെ എത്രത്തോളം കെയർ ചെയ്യാനാവും? അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് തന്നു, അപ്പോൾ ആ ഒരു വാക്ക് തിരിച്ചെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ആളുകൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലല്ലേ ആളുകൾ കൂടുതലും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ എന്നാൽ പോലും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്ന ആശയത്തെ മാറ്റി വച്ചിട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കാണേലും ഇന്നിപ്പോൾ നിങ്ങൾ ഈടാക്കുന്ന ആ ഒരു ബസ്സിന്റെ ചാർജ് ഉണ്ടല്ലോ, ആ ഒരു ചാർജിൽ കുറവ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ല കാര്യമാവും. കാരണം നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഞാനൊക്കെ ബസ്സിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു തുകയാവും. ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 2 3 ബസ്സിലേക്ക് കയറേണ്ടതായിട്ട് വരും. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഒന്ന് കുറച്ചാൽ മാത്രം മതിയാവും. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മിനിമം ടിക്കറ്റിനുള്ളതെന്ന് പറഞ്ഞാൽ 10 രൂപയെങ്കിലും ഇല്ലാതെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണെങ്കിൽ നിങ്ങൾക്കും വലിയ നഷ്ടം ഉണ്ടാവത്തില്ല, ജനങ്ങൾക്കും അത് വളരെ ആശ്വാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ വളരെ വിദഗ്ധമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുക. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതൊക്കെ പിന്നീട് വീണ്ടും വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ സമരം ഉണ്ടാവും. വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനേ അത് ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം വേണം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരാണ് സ്ത്രീകൾ കൂടുതലും. അവരെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്താ പ്രത്യേകത, സ്ത്രീക്ക് എന്താ പ്രത്യേകത, നമുക്ക് തുല്യ പദവി തന്നെ ആയിരിക്കണം എന്ന് പറയും. പക്ഷെ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ വരുമ്പോൾ എപ്പോഴും സ്ത്രീകൾ അപ്പോഴങ്ങ് താന്നു കൊടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പുരുഷന്റെ അത് ഈടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ബസ് യാത്ര ടിക്കറ്റ് ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിനും ഇതുപോലെ ഒരു വലിയൊരു ബാധ്യത വരത്തില്ല. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാവുന്നത്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകൾ മനസ്സിലാവും.
അപ്പോൾ അത് നമുക്ക് തിരുത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പല ആളുകളും എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് വന്നിട്ട് പുതിയ സർക്കാരിനെ പിന്തുണച്ചല്ലേ സംസാരിക്കുന്നത്, അതിനർത്ഥം നമ്മുടെ പഴയ സർക്കാരിനെ കുറ്റം പറയുന്നതല്ലേ, എങ്കിൽ രണ്ട് പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്ന് കമന്റ് ഇടാൻ വരുന്ന മലയാളികളുണ്ട്. അപ്പോൾ അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനാണ് നമ്മുടെ ചാനൽ വെച്ചിരിക്കുന്നത്. താല്പര്യമുള്ള ഒരു ചാനലിൽ കയറുക, വീഡിയോ കാണുക, താല്പര്യമില്ലാത്ത ആളുകൾ സ്കിപ്പ് അടിച്ച് പോകുക, അത്രേ പറയാനായിട്ടുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.